ഇടുക്കി മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ തുടർ സമരത്തിന് തുടക്കം. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുന്നത് വരെ വിരിപ്പാറയിലെ DFO ഓഫീസിന് മുന്നിൽ റിലേ നിരാഹാര സത്യാഗ്രഹവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കുക, മാങ്കുളം DFOക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മാങ്കുളം ജനകീയ സമരസമിതി രണ്ടാം ഘട്ട സമരം ആരംഭിച്ചു. പ്രശ്നപരിഹാരം കാണും വരെ വിരിപ്പാറയിലെ DFO ഓഫീസിന് മുൻപിൽ റിലേ സത്യാഗ്രഹ സമരവുമായി മുൻപോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ഇന്നലെ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടന്നു. ഇന്നു മുതൽ ഓരോ വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ സമരം തുടരും. വ്യാപാരി സംഘടനകളും വിവിധ കർഷക സംഘടനകളും മറ്റിതര സംഘടനകളും തുടർ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ജനങ്ങള് ഒരിക്കലും വനം നശിപ്പിക്കാനോ അതിൽ കയറി എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്യാനായിട്ടോ പോയിട്ടില്ല എന്നുള്ളത് അവരുടെ കയ്യിലുള്ള രേഖകൾ അനുസരിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്, സർക്കാരിനും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. വനം വകുപ്പ് പഞ്ചായത്ത് വകുപ്പിന്റെ കൈവശത്തിലും അനുഭവത്തിലും ആസ്തി ബാധ്യതയിലും ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കടന്നു കയറി അവിടെ വിനോദസഞ്ചാരികൾക്ക് തടസ്സം ഏർപ്പെടുത്താനോ ഗ്രാമപഞ്ചായത്തുകാരുടെ വാക്കേറ്റം ചെയ്യാനോ അവരെ കൈയേറ്റം ചെയ്യാനായിട്ടോ പാടില്ലായിരുന്നു എന്നുള്ളതാണ് സാമാന്യ മര്യാദ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആ സാമാന്യ മര്യാദ ഇല്ലാതെ വന്നപ്പോഴാണ് സമരങ്ങളിലേക്ക് കടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ ജോസഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ ജോസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വിവിധ പള്ളികളിലെ പുരോഹിതർ, ജനകീയ സമരസമിതി ഭാരവാഹികൾ, കർഷക സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. മാങ്കുളത്ത് നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. DFO ഓഫീസിനു മുൻപിലെ റിലേ സമര പരിപാടികൾ കൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ലെങ്കിൽ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസിനു മുൻപിലേക്ക് സമരം മാറ്റാനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.